നമ്മളിനി നോക്കാൻ പോകുന്നത് ലേണിംഗ് ഡിസബിൾഡ് ചിൽഡ്രനെ കുറിച്ചാണ് നോക്കാം. Learning disabilities encompass challenges in various skills like listening, speaking, writing, and math, affecting those with normal or above average intelligence in at least one academic area without other diagnosed disorders. അപ്പോൾ ലേണിംഗ് ഡിസബിൾഡ് ആയ കുട്ടികൾക്ക് മറ്റ് ഡയഗ്നോസ്ഡ് ഡിസോർഡേഴ്സ് ഒന്നും കാണില്ല. അവർക്ക് എബോവ് ആവറേജ് ആയിട്ടുള്ള ഇൻ്റലിജൻറ്റ് അല്ലെങ്കിൽ ആവറേജ് ഇൻ്റലിജൻസ് തന്നെ അവർക്ക് ഉണ്ടാവും. പക്ഷെ എന്നിരുന്നാലും ഈ പഠനത്തിൻ്റെ വിവിധ മേഖലകളിൽ, അതായത് ലിസ്ണിങ്, സ്പീക്കിംഗ്, റൈറ്റിംഗ്, മാത്ത് ഇതുപോലുള്ള മറ്റ് സ്കിൽസിൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അതൊക്കെ ചെയ്യാൻ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനൊക്കെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയുള്ള കുട്ടികളെയാണ് നമ്മൾ ലേണിംഗ് ഡിസബിൾഡ് ചിൽഡ്രൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ കുട്ടികളുടെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്കൊന്ന് നോക്കാം. ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഇൻ അക്വിസിഷൻ ആൻഡ് യൂസ് ഓഫ് ലാംഗ്വേജ്, മാത്തമാറ്റിക്കൽ എബിലിറ്റി, സോഷ്യൽ സ്കിൽസ് എക്സെട്ര. ഇപ്പോൾ ലാംഗ്വേജ് സ്കിൽസ് പഠിക്കാനും മാത്തമാറ്റിക്കൽ സ്കിൽസ് പഠിക്കാനും അതേപോലെ തന്നെ സോഷ്യൽ സ്കിൽസ് പഠിക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് ഈ കുട്ടികൾ അനുഭവിക്കും. ലാക്ക് ഓഫ് മോട്ടിവേഷൻ, ഇൻ അറ്റൻഷൻ, ഡിഫിക്കൽട്ടി ഇൻ പ്രോബ്ലം സോൾവിങ് ആൻഡ് ഇൻഫർമേഷൻ പ്രോസസ്സിങ്. അപ്പം മൈൻഡിൽ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള കുട്ടികൾ തന്നെയായിരിക്കും. പഠിക്കാനോ ഒന്നിനുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടാവില്ല, അറ്റൻഷൻ അധികം എന്താ പറയുക കൊടുക്കാൻ കഴിയില്ല, ഡിഫിക്കൽട്ടി ഇൻ പ്രോബ്ലം സോൾവിങ്, ഇൻഫർമേഷൻ പ്രോസസ്സിങ് ഒക്കെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഡിസ്ക്രിപ്പൻസി ബിറ്റ്വീൻ വാട്ട് ഈസ് എക്സ്പെക്റ്റഡ് ഓഫ് ദം ആൻഡ് ദിയർ ജനറൽ ലെവൽ ഓഫ് കോഗ്നിറ്റീവ് എബിലിറ്റി. അപ്പോൾ അവർക്ക് നമ്മൾ പറഞ്ഞു ആവറേജ് അല്ലെങ്കിൽ എബവ് ആവറേജ് ആയിട്ടുള്ള ഇൻ്റലിജൻസ് ഉള്ളത് കൊണ്ട് തന്നെ അവരിൽ നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന റിസൾട്ട് ഉണ്ടാവും, അത് കിട്ടാണ്ട് വരും. ദേ ആർ അണ്ടർ അച്ചീവേഴ്സ്. സോ കഴിവുണ്ട്, പക്ഷെ എന്നിരുന്നാലും മികച്ച രീതിയിൽ അവരുടെ കഴിവിനനുസരിച്ച് പെർഫോം ചെയ്യാൻ പറ്റാണ്ട് വരും. എക്സിബിറ്റ് സിംറ്റംസ് ഓഫ് ഹൈപ്പർ ആക്ടിവിറ്റി ആൻഡ് ഇമ്പൾസിവിറ്റി. അപ്പോൾ ശ്രദ്ധിക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് മറ്റ് പല കാര്യങ്ങളും ചെയ്യാനുള്ളൊരു ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും, അതേപോലെ തന്നെ ഇമ്പൾസീവ് ആയിരിക്കും ഈ കുട്ടികളൊക്കെ. ഷോ സൈൻസ് ഓഫ് ആങ്സൈറ്റി, മൂഡിനെസ് ആൻഡ് ഇമോഷണൽ ഫ്ലക്ച്വേഷൻസ്. സോ ഇമോഷൻസും ഒക്കെ കൺട്രോൾ ചെയ്യാനുള്ള പ്രശ്നവും ഈ കുട്ടികൾക്ക് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ആങ്സൈറ്റിയും മൂഡിനെസ്സും ഇമോഷൻസിൻ്റെ ഫ്ലക്ച്വേഷൻസും ഒക്കെ ഈ കുട്ടികളിൽ ഉണ്ടാവും. മേ എക്സിബിറ്റ് ഡിസോർഡേഴ്സ് ഓഫ് ന്യൂറോ മസ്കുലർ കോർഡിനേഷൻ, മോട്ടോർ ഫങ്ഷനിങ്, പെർസെപ്ച്വൽ ഇറഗുലാരിറ്റി, മെമ്മറി, തിങ്കിങ് ആൻഡ് അറ്റൻഷൻ. സോ ഈ കുട്ടികൾക്ക് തന്നെ ന്യൂറോ മസ്കുലർ കോർഡിനേഷൻ കുറവായിരിക്കും എന്ന് പറയുന്നത്. അതായത് ഈ കുട്ടി ചിന്തിക്കുന്ന പോലെ കുട്ടിക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാണ്ട് വരിക, അതേപോലെ തന്നെ നോർമൽ ആയിട്ടുള്ള രീതിയിൽ കുട്ടിയുടെ ഫിസിക്കലി കുട്ടിക്കൊന്നും ചെയ്യാൻ പറ്റാണ്ടിരിക്കുക, അങ്ങനത്തെ ഡിഫിക്കൽട്ടി ഉണ്ടാവുക. അതേപോലെ തന്നെ മെമ്മറിയിലും തിങ്കിങ്ങിലും അറ്റൻഷനിലും ഒക്കെ ഒരു ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഈ കുട്ടികളിൽ കാണാൻ പറ്റും. ഈ ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടാവാനുള്ള കാരണം എന്തൊക്കെ ആയിരിക്കാം എന്ന് നമുക്കൊന്ന് നോക്കാം. ജനറ്റിക് ഫാക്ടേഴ്സ്. Many characteristics of learning disabilities are transmitted from generation to generation. It is estimated that in 20 to 25% cases, learning disability is a contribution of heredity. സോ ഒരു 20-25% ആൾക്കാരുടെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഹെറിഡിറ്റി കാരണമായിരിക്കും കുട്ടികളിൽ ലേണിംഗ് ഡിസബിലിറ്റി വന്നിട്ടുണ്ടാവുക എന്നാണ് പറയുന്നത്. ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ്. ഡിസ്ഫങ്ഷൻ ഓഫ് ദ സെൻട്രൽ നെർവസ് സിസ്റ്റം from brain damage caused by accident or lack of oxygen at the time of birth, use of certain drugs by mother at the time of pregnancy, vitamin deficiency during growing period, etc. അപ്പോൾ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സും ഉണ്ടാവാം എന്നാണ് പറയുന്നത്. ലൈക്ക് നമ്മളുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും ഡാമേജും, ബേർത്തിൻ്റെ സമയത്ത് ഉണ്ടാവുന്ന എന്തെങ്കിലും ആക്സിഡൻറ്റ്സ്, ബ്രെയിൻ ഡാമേജ്, അല്ലെങ്കിൽ പ്രസവത്തിൽ ഉണ്ടാവുന്ന സമയത്ത് അമ്മ കഴിക്കുന്ന ഫുഡോ ഡ്രഗ്സോ അതൊക്കെ കാരണമായിട്ടും അങ്ങനെയുള്ള റീസൺസും കൊണ്ടും ലേണിംഗ് ഡിസബിലിറ്റീസ് വരാമെന്നാണ് പറയുന്നത്. എൻവയറമെൻ്റൽ ഫാക്ടേഴ്സ് നോക്കാം. Poor nourishment of the fetus for development in mother's womb, premature delivery, malnutrition during early stage, severe diseases, accidents and injuries, insufficient early experience and stimulation in terms of learning, etc.
അപ്പോൾ എൻവയൺമെൻറ്റ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ വയറ്റിലിരിക്കുന്ന സമയത്ത് കുട്ടിക്ക് വേണ്ട പോഷകാഹാരങ്ങളൊന്നും കിട്ടാണ്ട് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ പ്രിമച്വർ ഡെലിവറിയും ചെറിയ പ്രായത്തിലുണ്ടാവുന്ന പോഷകാഹാരമൊന്നും കിട്ടാണ്ട് വരുന്ന സമയത്ത് അങ്ങനെ ഉണ്ടാവുന്ന ഡെവലപ്മെൻറ്റിലുള്ള പ്രശ്നങ്ങൾ കാരണവും ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടാവാം. അതേപോലെ തന്നെ ആക്സിഡൻസ്, ഡിസീസസ്, ഇഞ്ചുറീസ് അതുവഴി ഉണ്ടാവുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളും ഈ ലേണിംഗ് ഡിസബിലിറ്റിക്ക് കാരണമാവാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, ചെറിയ പ്രായത്തിൽ തന്നെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ലേണിംഗ് ഡിസബിലിറ്റിയിൽ കാരണമാവുന്നത്. അതായത് ഒന്നെങ്കിൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉണ്ടാവുന്ന സമയത്ത്, അല്ലെങ്കിൽ പ്രസവിച്ചതിന് ശേഷം ആ ഏർലി ഇയേഴ്സിൽ ഉണ്ടാവുന്ന പല കാരണങ്ങളും കൊണ്ടുമാണ് ലേണിംഗ് ഡിസബിലിറ്റി കുട്ടികളിൽ കണ്ടുവരുന്നത്. ഇനി കുട്ടികളിൽ ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. നോൺ ടെസ്റ്റിംഗ് ഡിവൈസസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ലേണിംഗ് ഡിസബിലിറ്റി ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഒബ്സർവേഷൻ, റേറ്റിംഗ് സ്കെയിൽ, checklist, interview, etc. Opinion of teachers and parents regarding the learning abilities, intellectual level, scholastic potential, etc. of the learner may also be collected and pooled together to diagnose and identify learning disabled children. അപ്പോൾ ഒബ്സർവേഷനും റേറ്റിംഗ് സ്കെയിലും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളിൽ ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി മറ്റ് ടെസ്റ്റിംഗ് ഡിവൈസസും അവൈലബിൾ ആണ്. സ്റ്റാൻഡർഡൈസ്ഡ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്, എബിലിറ്റി ടെസ്റ്റ്, ടീച്ചർ മെയ്ഡ് ടെസ്റ്റ്, എക്സെട്ര. These may provide an idea about the extent of difficulty experienced by the individual in the process of learning and understanding. അപ്പോൾ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗം എടുത്തിട്ട് അതിൽ നിന്ന് ടെസ്റ്റ് ചോദിക്കുന്നതാണ്. അപ്പോൾ അതിൽ ആ ഭാഗത്തിനെ പറ്റി കുട്ടികൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം അറിയാമെന്ന് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. മൊത്തം ഒരു കോണ്ടന്റ്, ഒരു വലിയൊരു കോണ്ടന്റ് ഏരിയ എടുത്തിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്ന് നമുക്ക് വിളിക്കാം. അതിലൂടെയും നമുക്ക് പല ഭാഗത്തു നിന്നും ചോദിച്ച ക്വസ്റ്റ്യൻസ് ഉള്ളതുകൊണ്ട് തന്നെ കുട്ടിക്ക് ഏത് ഭാഗമാണ് ബുദ്ധിമുട്ടുള്ളത് എന്ന് നമുക്കതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ സാധാരണ ക്ലാസ് ടെസ്റ്റ് ഇടുന്നതും മറ്റ് എബിലിറ്റി ടെസ്റ്റ് അതുപോലത്തെ കാര്യങ്ങളിലൂടെയും കുട്ടികൾക്ക് ഏതൊക്കെ മേഖലയിലാണ് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി ലേണിംഗ് ഡിസബിലിറ്റി ഫേസ് ചെയ്യുന്ന കുട്ടികൾക്ക് ഏത് തരം എഡ്യൂക്കേഷനാണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ എന്തെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം എന്നും കൂടെ നമുക്ക് നോക്കാം. സ്പെഷ്യൽ സ്കൂൾസ് ഓർ ക്ലാസ്സസ്. The same curriculum is taught to them with greater care and attention by specially trained teachers through special methods and techniques. So അവർക്ക് വേണമെങ്കിൽ സ്പെഷ്യൽ സ്കൂൾസ് അല്ലെങ്കിൽ സ്പെഷ്യൽ ക്ലാസ്സസ് ഒരുക്കി കൊടുക്കാം എന്നാണ് പറയുന്നത്. അങ്ങനെയാകുമ്പോൾ ആ കുട്ടികൾക്ക് വേണ്ട ആവശ്യങ്ങൾ നമുക്ക് അടുത്ത് ഇരുന്ന് മനസ്സിലാക്കി സമയമെടുത്ത് തന്നെ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. സോ സെയിം മറ്റു കുട്ടികൾ പഠിക്കുന്ന അതേ കരിക്കുലം തന്നെ ഈ കുട്ടികൾക്ക് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുമോ ആ രീതിയിൽ പറഞ്ഞു കൊടുക്കാനുള്ള സ്പെഷ്യൽ ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചേഴ്സും സ്പെഷ്യൽ മെത്തേഡ്സും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാം. സ്പെഷ്യൽ റെമഡിയൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ്. It is used to meet the needs of individual students. It begins with the proper identification of the nature, type and magnitude of learning difficulties. അപ്പോൾ റെമഡിയൽ ക്ലാസ്സസ് അല്ലെങ്കിൽ റെമഡിയൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ സ്കൂൾ അവേഴ്സ് കഴിഞ്ഞതിന് ശേഷം പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളെ മാത്രം വിളിച്ചിട്ട് ഒരു എക്സ്ട്രാ ആയിട്ട് അവർക്ക് അടുത്തിരുന്ന് കുറച്ച് കുട്ടികളും ഒരു ടീച്ചറും ഒക്കെ ഇരുന്ന് അടുത്തിരുന്ന് അവർക്ക് വേണ്ട രീതിയിൽ അവർക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കൈൻഡ് ഓഫ് എഡ്യൂക്കേഷനാണ് റെമഡിയൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അവർക്ക് അത് കൊടുക്കാം. അപ്പം നമുക്ക് കുട്ടികൾക്ക് ഏത് മേഖലയിലാണ് പ്രശ്നമുള്ളത്, എന്തൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ, അതൊക്കെ മനസ്സിലാക്കി അവർക്ക് വേണ്ട രീതിയിൽ നമുക്ക് ആഫ്റ്റർ സ്കൂൾ അവേഴ്സ് നമുക്കത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. Structuring and improving the existing environmental setup. Joint effort of teachers, parents, government agencies, counselors, guidance workers, psychologists, social workers, community agencies, etc. to improve the environmental setup. അപ്പോൾ കുട്ടികൾക്ക് നല്ലൊരു അന്തരീക്ഷം നമുക്ക് സ്കൂളുകളിൽ തന്നെ ഒരുക്കി കൊടുക്കാൻ പറ്റും. അവർക്ക് വേണ്ട അവരുടെ ആവശ്യങ്ങൾ അറിയുക, അവർക്ക് അതിന് വേണ്ട ഹെൽപ്പും കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അതിന് ഈ പറയുന്ന ആൾക്കാരൊക്കെ ടീച്ചേഴ്സും പാരൻസും സ്കൂൾ അതോറിറ്റീസും ഗവൺമെൻറ്റും സൈക്കോളജിസ്റ്റും കൗൺസിലേഴ്സും ഗൈഡൻസ്
വർക്കേഴ്സും ഇവരൊക്കെ ഒന്നിച്ചു വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ കുട്ടികൾക്ക് മികച്ച രീതിയിലുള്ള വിദ്യാഭ്യാസം നമുക്ക് നൽകാൻ കഴിയുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ലേണിംഗ് ഡിസബിലിറ്റീസ് ആണ് നോക്കാം. Learning disabilities are neurological disorders that affect an individual's ability to read, write, speak, or compute math, and they can significantly impact academic achievement and daily functioning. അപ്പോൾ നമ്മളുടെ സാധാരണയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മളുടെ എഴുത്ത്, വായന, സംസാരിക്കുക, മാത്തമാറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, റീസണിങ് ചെയ്യുക, ഇതിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്ന ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണ് ലേണിംഗ് ഡിസബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിനെ നമുക്ക് നമ്മളുടെ പഠനത്തെയും ബാധിക്കാം, അതേപോലെ തന്നെ ഡെയിലി ആയിട്ട് നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ വരെ ബാധിക്കാം എന്നാണ് പറയുന്നത്. നമ്മൾ യൂഷ്വലി കണ്ടുവരുന്ന ഒരു ലേണിംഗ് ഡിസബിലിറ്റിയാണ് ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. എന്താണ് നമുക്ക് നോക്കാം. ഇറ്റ് അഫക്ട്സ് റീഡിങ് ആൻഡ് റിലേറ്റഡ് ലാംഗ്വേജ് ബേസ്ഡ് പ്രോസസ്സിംഗ് സ്കിൽസ്. അപ്പോൾ ലാംഗ്വേജ് ബേസ്ഡ് ആയിട്ടുള്ള വായന, റീഡിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള വരുന്ന ഒരു ഡിഫിക്കൽട്ടിയാണ് ഡിസ്ലെക്സിയ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടീസ് വിത്ത് ആക്യുറേറ്റ് ആൻഡ് ഫ്ലുവൻറ്റ് വേർഡ് റെക്കഗ്നിഷൻ, പുവർ സ്പെല്ലിംഗ് ആൻഡ് ഡീകോഡിംഗ് എബിലിറ്റീസ്. അപ്പം സംസാരിക്കുമ്പോൾ കേൾക്കുന്ന സമയത്ത് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക, എഴുതുന്ന സമയത്ത് പുവർ സ്പെല്ലിങ്ങും കാര്യങ്ങളുണ്ടാവുക, വായിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവുക, അതേപോലെ തന്നെ ഭാഷ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുക. ദീസ് ഡിഫിക്കൽട്ടീസ് ടിപ്പിക്കലി റിസൾട്ട് ഫ്രം എ ഡെഫിസിറ്റ് ഇൻ ദ ഫോണോളജിക്കൽ കോമ്പണന്റ് ഓഫ് ലാംഗ്വേജ്. ഇപ്പം ലാംഗ്വേജ് മനസ്സിലാക്കാൻ പറ്റായിക വരുമ്പോഴാണ് ഡിസ്ലെക്സിയ ഉണ്ടാവുന്നത്. അപ്പം ഇതിനു വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമുക്ക് കുട്ടിക്ക് ഭാഷയാണല്ലോ, ഭാഷ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അത് വായിച്ച് മനസ്സിലാക്കുക, അതൊക്കെയാണല്ലോ ബുദ്ധിമുട്ട്. അങ്ങനെയാകുമ്പോൾ നമുക്ക് മൾട്ടി സെൻസറി ടീച്ചിങ് മെത്തേഡ്സ് ഉപയോഗിക്കാം. അപ്പം സംസാരിച്ചുകൊണ്ട് മാത്രമല്ല, ഫോട്ടോസും വീഡിയോസൊക്കെ കാണിച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിക്കാൻ ശ്രമിക്കാം. അങ്ങനെ ആകുമ്പോൾ കുട്ടികൾക്ക് കോണ്ടൻറ്റ്സ് കുറച്ചുകൂടെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം എല്ലാം ബോർഡിൽ എഴുതി കൊടുത്ത്, നോട്ടിൽ എഴുതിപ്പിച്ച്, പറഞ്ഞു കൊടുത്ത് അങ്ങനെയല്ലാണ്ട് ഡയഗ്രാംസ് ഉപയോഗിച്ചുകൊണ്ടും മാപ്സ് ഉപയോഗിച്ചുകൊണ്ടും എക്സ്പെരിമെൻറ്റ്സ് കാണിച്ചുകൊണ്ടും ഡെമോൺസ്ട്രേഷൻസ് കാണിച്ചുകൊണ്ടും ഒക്കെ നമുക്ക് പഠിപ്പിക്കാൻ നോക്കാം. അങ്ങനെ ആകുമ്പോൾ ഈ ഡിസ്ലെക്സിയ ഉള്ള കുട്ടികൾക്കും കൂടി പല കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ സാധിക്കും. അടുത്തൊരു ലേണിംഗ് ഡിസബിലിറ്റിയാണ് ഡിസ്ഗ്രാഫിയ എന്നത്. ഇറ്റ് അഫക്ട്സ് റൈറ്റിംഗ് ഇൻക്ലൂഡിങ് ഹാൻഡ് റൈറ്റിംഗ്, ടൈപ്പിംഗ് ആൻഡ് സ്പെല്ലിംഗ്. അപ്പം എഴുത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ലേണിംഗ് ഡിസബിലിറ്റി ആണ് ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത്. എഴുത്തിനെയാണ്, റൈറ്റിംഗ് ആണ്. ഹാൻഡ് റൈറ്റിംഗിൽ പ്രശ്നം ഉണ്ടാവും, ടൈപ്പിങ്ങിൽ പ്രശ്നം ഉണ്ടാവും, സ്പെല്ലിങ്സിൽ പ്രശ്നം ഉണ്ടാവും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഡിസ്ഗ്രാഫിയ. സിംറ്റംസ് നോക്കാം. പുവർ ഹാൻഡ് റൈറ്റിംഗ്, ഡിഫിക്കൽട്ടി വിത്ത് സ്പെല്ലിംഗ്, പ്രോബ്ലംസ് ഓർഗനൈസിങ് തോട്ട്സ് ഓൺ പേപ്പർ ആൻഡ് ചാലഞ്ചസ് വിത്ത് റൈറ്റിംഗ് കൊഹറൻ്റ്ലി. എഴുതാൻ ബുദ്ധിമുട്ടായിരിക്കും, സ്പെല്ലിംഗ് ഒക്കെ പ്രശ്നമായിരിക്കും, ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ വളരെ മോശമായിരിക്കും, മനസ്സിൽ കുറേ കാര്യങ്ങൾ ഉണ്ടാവും പക്ഷെ അത് എഴുതാൻ പറ്റില്ല, എന്നത്തെ കാര്യങ്ങളൊക്കെ. അപ്പം റൈറ്റിംഗ് എന്നുള്ള കാര്യമാണ് മെയിനായിട്ട് ഇവിടെ പ്രശ്നം വരുന്നത്. അപ്പം ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നമുക്ക് എന്ത് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡ് എക്സസൈസസ് പറഞ്ഞു കൊടുക്കാം. എഴുതുന്ന സമയത്ത് പെന്നും പിടിക്കേണ്ട രീതിയും പേപ്പറും കാര്യങ്ങളൊക്കെ എങ്ങനെ വെക്കണം എന്നുള്ള രീതിയൊക്കെ നമുക്ക് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ചെറുപ്പത്തിൽ കോപ്പി എഴുതത്തില്ലേ, കർസീവ് റൈറ്റിംഗ് ഒക്കെ ഇതാക്കാൻ, അതൊക്കെ കൂടുതൽ ഇമ്പ്രൂവ് അല്ലെങ്കിൽ അതൊക്കെ കൂടുതൽ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അവരിങ്ങനെ ചീത്ത വിളിക്കാണ്ടിരിക്കുക, എന്ത് വൃത്തിയുടെ ഹാൻഡ് റൈറ്റിംഗ് ആയത്, ഇങ്ങനെയാണോ എഴുതുന്നത്, സ്പെല്ലിംഗ് ഒക്കെ തെറ്റാണ്, അങ്ങനെ ചീത്ത വിളിക്കാണ്ടിരിക്കുക. കാരണം കുട്ടികൾ ചിലപ്പോൾ ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും, പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അവരെ എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് എഴുതിയിട്ട് മാത്രമല്ല സംസാരിച്ചുകൊണ്ടും കുട്ടികളോട് കാര്യങ്ങൾ, അതായത് മൾട്ടി സെൻസറി അപ്രോച്ച് തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം കുട്ടികൾക്ക് എങ്ങനെ മനസ്സിലാക്കുന്നതാണ് ഏറ്റവും ബെനിഫിഷ്യൽ ആവുന്നത് എന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. കാരണം ചിലവർക്ക് കേട്ടായിരിക്കും മനസ്സിലാവുക, കണ്ടായിരിക്കും മനസ്സിലാവുക. അപ്പോൾ അങ്ങനെയാണെങ്കിലും മൾട്ടി സെൻസറി അപ്രോച്ച് ഉണ്ടാക്കിയെടുക്കുക. ഹാൻഡ് റൈറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും കുട്ടികൾക്ക് കൊടുക്കുക. പേഷ്യൻ്റ് ആയിട്ടിരിക്കുക. കുട്ടികളെ സമാധാനത്തോടെ അവർക്ക് പറ്റും അല്ലെങ്കിൽ അവരെ സഹായിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. മറ്റൊരു ലേണിംഗ് ഡിസബിലിറ്റി ആണ് ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത്. ഇറ്റ് അഫക്ട്സ് മാത്സ് സ്കിൽസ് ആൻഡ് കോൺസെപ്റ്റ്സ്. ഇപ്പോൾ മാത്സ്, നമ്പേഴ്സ് അതൊക്കെ മനസ്സിലാക്കാനും അതിൻ്റെ ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കാണ് ഡിസ്കാൽക്കുലിയ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുക.
സിംറ്റംസ് നോക്കാം. ഡിഫിക്കൽട്ടീസ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് നമ്പേഴ്സ്, ലേണിംഗ് ഹൗ ടു മാനിപ്പുലേറ്റ് നമ്പേഴ്സ്, ലേണിംഗ് മാത്ത് ഫാക്ട്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് മാത്ത് കോൺസെപ്റ്റ്സ്. അപ്പോൾ മാത്സ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുക. നമ്പേഴ്സ് ഇങ്ങനെ കണക്ഷനൊന്നും മനസ്സിലാവില്ല, അഡീഷനും സബ്ട്രാക്ഷനും ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ല. അങ്ങനത്തെ കുട്ടികൾക്കൊക്കെ ഡിസ്കാൽക്കുലിയ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം മാത്സ് പഠിപ്പിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ എവറിഡേ നമ്മളുടെ ചുറ്റുപാടും കാണുന്ന സാധനങ്ങൾ എക്സാമ്പിൾസ് വെച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇപ്പം നമ്മളുടെ ടെക്സ്റ്റ് ബുക്സിലൊക്കെ ഉണ്ട് അല്ലേ, രാജു 10 പഴം വാങ്ങി, അവൻ 2 പഴം ഇവന് കൊടുത്തു. അങ്ങനത്തെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എവറിഡേ എക്സാമ്പിൾസ് ഉപയോഗിച്ചുകൊണ്ട് കോൺസെപ്റ്റ്സ് പഠിപ്പിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഗ്രാഫും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മാത്ത് പ്രോബ്ലംസ് പഠിപ്പിക്കാനും നമുക്ക് ശ്രമിക്കാം. അപ്പം അങ്ങനെ കുട്ടികൾക്ക് വിഷ്വലി കണ്ടും വരച്ചും ഒക്കെ നമുക്ക് ആ കോൺസെപ്റ്റ് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അപ്പം അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് കോൺക്രീറ്റ് ആയിട്ട് ആ സംഭവങ്ങൾ കോൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ കുട്ടിക്ക് കൃത്യമായിട്ട് മനസ്സിലായതിന് ശേഷം പിന്നെ കുട്ടി അബ്സ്ട്രാക്ട് തിങ്കിങ്ങിലേക്ക് കടന്നാൽ മതി. അപ്പം ഇവിടെയും നമുക്ക് മൾട്ടി സെൻസറി അപ്രോച്ച് തന്നെ ഉപയോഗിച്ചുകൊണ്ട് പഠിപ്പിക്കാൻ ശ്രമിക്കാം. അങ്ങനെ ആകുമ്പോൾ ഇങ്ങനത്തെ ഡിസ്കാൽക്കുലിയ ഉള്ള കുട്ടികൾക്കും അത് ബെനിഫിഷ്യൽ ആയിരിക്കും. ഈ 3 മാത്രമല്ല, വേറെയും ലേണിംഗ് ഡിസബിലിറ്റീസ് ഉണ്ട്. മേജർ ആയിട്ടുള്ള 3 എണ്ണമാണ് ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചിൽഡ്രൻ വിത്ത് ADHD ആണ്. ഇവയും എക്സെപ്ഷണൽ ചിൽഡ്രൻ്റെ അണ്ടറിൽ വരുന്ന ഒരു വിഭാഗം ആൾക്കാരാണ്. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ആണ് ADHDൻ്റെ ഫുൾ ഫോം. It is a developmental disorder that affects a person's ability to pay attention. So attention deficit ആണ്. അറ്റൻഷൻ കൊടുക്കാൻ അല്ലെങ്കിൽ അറ്റൻഷൻ കാണിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളെയാണ് ഈ ഒരു കാറ്റഗറിയിൽ നമുക്ക് കാണാൻ പറ്റുക. അപ്പം അതൊരു ബയോളജിക്കൽ ആയിട്ടുള്ള ന്യൂറോളജിക്കൽ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റിൽ വരുന്ന ഒരു ഡിസോർഡർ ആണ്. It's a neurobiological disability in which children consistently show inattention, hyperactivity and or impulsivity. So attention deficit, attention കൊടുക്കാൻ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റായിക, പിന്നെന്താണ് ഹൈപ്പർ ആക്ടിവിറ്റി ആയിരിക്കും കാണിക്കുക. ഭയങ്കര അടങ്ങിയിരിക്കാനൊന്നും പറ്റില്ല, ഭയങ്കര എന്താണ് ഒരു വെപ്രാളമൊക്കെ കാണിക്കും ഈ കുട്ടികൾ. അപ്പം കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ കുട്ടിയുടെ ബിഹേവിയറിൽ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് ADHD ഉണ്ടാവാം എന്ന് നമുക്ക് പറയാം. ഇറ്റ് ഹാസ് വെരി സ്ട്രോങ് ജനറ്റിക് കോൺട്രിബ്യൂഷൻസ് ടു ഇറ്റ്സ് ഒക്കറൻസ്. കൂടുതലും ജനറ്റിക്കലി തന്നെ ബയോളജിക്കലി തന്നെ വരുന്ന ഒരു ഡിസോർഡറാണ് ADHD. ADHD ഉള്ള കുട്ടികളുടെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡിഫിക്കൽട്ടി ഇൻ സസ്റ്റെയിനിങ് അറ്റൻഷൻ, ശ്രദ്ധ ഇല്ലായ്മ. എക്സസീവ് മസ്കുലർ ആക്ടിവിറ്റി, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുക, അടങ്ങിയിരിക്കാൻ പറ്റില്ല. ഡിഫിക്കൽട്ടി റിമൈനിങ് സീറ്റഡ് വെൻ റിക്വയർഡ് ടു ഡു സോ. ചില സമയം നമ്മുടെ ക്ലാസ്സിലൊക്കെ ഉണ്ടാവും, ഇരിക്കുകയെന്ന് പറഞ്ഞാലും ഇരിക്കാണ്ട് ഇങ്ങനെ എണീറ്റ് നടക്കുന്ന അങ്ങനത്തെ കുട്ടികളൊക്കെ ഉണ്ടാവും. സോ അതാണ്, ഇരിക്കാൻ പറഞ്ഞാലും ഇരിക്കാൻ പറ്റുന്നില്ല ആ കുട്ടിക്ക്, അതൊരു ക്യാരക്ടറിസ്റ്റിക് ആണ്. ലോ ഫ്രസ്ട്രേഷൻ ടോളറൻസ്, ഫ്രസ്ട്രേഷൻ ഒരിക്കലും ടോളറേറ്റ് ചെയ്യാൻ പറ്റായിക. എക്സസീവ് ടാസ്ക് ഇറലവൻറ്റ് ആക്ടിവിറ്റി, ബന്ധമില്ലാത്ത ഇപ്പോൾ ക്ലാസ് എടുക്കുകയാണെങ്കിൽ അതിലൊന്നും ബന്ധമില്ലാത്ത വേറെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഹൈലി ഡിസ്ട്രാക്റ്റബിൾ ആൻഡ് ഫെയിൽ ടു ഫോളോ ഇൻസ്ട്രക്ഷൻ, പെട്ടെന്ന് ഒരു കാര്യം ചെയ്യുന്നതിനിടയ്ക്ക് പെട്ടെന്ന് വേറൊരു കാര്യം ചെയ്യുക, ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫോളോ ചെയ്യാനും ആ കുട്ടികൾക്ക് പറ്റണമെന്നില്ല. ഇമ്പൾസീവ് ബിഹേവിയർ ആയിരിക്കും, അടങ്ങിയൊന്നിരിക്കാണ്ട് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ തോന്നി ചെയ്യുന്നൊരു ബിഹേവിയർ ആയിരിക്കും ആ കുട്ടികൾക്ക്. ലോ വർക്കിംഗ് മെമ്മറി, അതായത് പെട്ടെന്ന് ഒന്നിൽ നിന്ന് പെട്ടെന്ന് മാറുമല്ലേ, അപ്പം മെമ്മറി പവർ അധികം ഉണ്ടാവില്ല. ഡിഫിക്കൽട്ട് ടു റെഗുലേറ്റ് ഇമോഷൻസ്, ഇമ്പൾസസ്, മോട്ടിവേഷൻ ആൻഡ് അറൗസൽ. അപ്പോൾ ഈ വികാരങ്ങളൊന്നും ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് വരും, പെട്ടെന്ന് ഇങ്ങനെ തെറിച്ച് പോവുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനത്തെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിരിക്കും ആ കുട്ടിക്ക് ഉണ്ടാവുക. ഷിഫ്റ്റിംഗ് ഫ്രം വൺ അൺഫിനിഷ്ഡ് ആക്ടിവിറ്റി ടു അനദർ, ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും, പെട്ടെന്ന് അത് നിർത്തിയിട്ട് മറ്റൊന്ന് ചെയ്യും, അത് നിർത്തിയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. സോ ഒരു ഒന്നും ഫിനിഷ് ചെയ്യാണ്ട് ഒന്നും തീർക്കാനുള്ള ക്ഷമയോ അങ്ങനത്തെ ഒന്നും ഇല്ലാത്തൊരു ക്യാരക്ടറിസ്റ്റിക് ആയിരിക്കും ADHD ഉള്ള കുട്ടികളിൽ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഇങ്ങനത്തെ കുട്ടികൾക്കൊക്കെ നമുക്ക് ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റും, അല്ല അവർക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും എന്ന് നമുക്കൊന്ന് നോക്കാം. Provide special classroom seating arrangements to reduce distraction.
സോ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് സ്പെഷ്യലായിട്ടുള്ള ക്ലാസ് റൂം അറേഞ്ച്മെൻറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ. ചിലപ്പോൾ അവരെ ഫ്രണ്ടിൽ പിടിച്ചിരുത്തുവാണെങ്കിൽ വേറെ ഒന്നും അവർക്ക് ചെയ്യാനൊന്നുമില്ല, നേരെ മുമ്പിൽ ടീച്ചറായിരിക്കും. സോ അധികമൊന്നും ഡിസ്ട്രാക്ഷൻ ഒരു വഴി കുറച്ച് നമുക്ക് കുറയ്ക്കാൻ സാധിക്കുമെന്ന് പറയാം. Make lessons brief or break longer presentations into discrete segments. സോ അവർക്ക് ശ്രദ്ധിച്ചിരിക്കാൻ, കുറേ നേരത്തേക്ക് ശ്രദ്ധിച്ചിരിക്കാനാണല്ലോ ബുദ്ധിമുട്ട്. അതുകൊണ്ട് കുറച്ച് ചെറുതായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. വലിയ പ്രസൻറ്റേഷനൊക്കെ ആണെങ്കിൽ അത് ചെറുതായിട്ട് ചുരുക്കിയിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അവർക്ക് അത് കേൾക്കാനുള്ള ക്ഷമയെങ്കിലും ചിലപ്പോൾ ഉണ്ടാകും. നോക്കാം. ഗിവ് സ്മോൾ മാനേജബിൾ അസൈൻമെൻറ്റ്സ്. അവർക്ക് അസൈൻമെൻറ്റ്സ് ഹോംവർക്ക് പോലത്തെ കൊടുക്കുന്ന സമയത്ത് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ, കുറേ നേരം ഇരുന്ന് ചെയ്യേണ്ടതൊന്നും ചിലപ്പോൾ അവർക്ക് ക്ഷമയോടെ ഇരുന്ന് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ ചെറിയ വർക്കുകളൊക്കെ കൊടുക്കുക. സപ്ലിമെൻറ്റ് വേർബൽ ഇൻസ്ട്രക്ഷൻസ് വിത്ത് വിഷ്വൽ ഇൻസ്ട്രക്ഷൻസ്. നമ്മൾ പറയുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വിഷ്വലി, ഇപ്പോൾ ഒരു ചാർട്ടിൽ ഒരു പിക്ചർ കാണിക്കുകയോ ഒരു വീഡിയോ കാണിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ ഓക്കെ, പറയുന്നതും കേൾക്കാം, അവർക്ക് പെട്ടെന്ന് ഇതും നോക്കാം. സോ അങ്ങനെ ആകുമ്പോൾ അവർക്ക് ശ്രദ്ധിക്കാൻ ഒരു കുറച്ച് ചാൻസ് ഉണ്ടെന്ന് നമുക്ക് പറയാം. യൂസ് അസിസ്റ്റീവ് ടെക്നോളജി ലൈക്ക് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് പ്രൊജക്ടർ സ്ക്രീൻസ് to make classroom activity catching for the students. classroom activity interesting ആക്കാൻ വേണ്ടി നമുക്ക് വീഡിയോ, ഓഡിയോ അതുപോലത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാം. Eliminate or reduce frequency of timed tests. Give them more time to complete the test. സോ ടെസ്റ്റൊക്കെ നടത്തുന്ന സമയത്ത് ഈ കുട്ടികൾക്ക് ഒരുപാട് സമയം കൊടുക്കാം, കുറച്ച് എക്സ്ട്രാ ടൈമും കൂടെ കൊടുക്കാം എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. എ ക്ലാസ് വിത്ത് ലോ പ്യൂപ്പിൾ ടീച്ചർ റേഷ്യോ വിൽ ബി ബെനിഫിഷ്യൽ. അപ്പം കുറച്ച് കുട്ടികളും ഒരു ടീച്ചറും എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യുവാണെങ്കിൽ ഈ ടീച്ചർക്ക് കുറേ കൂടെ ശ്രദ്ധ ആ കുട്ടിക്ക് കൊടുക്കാൻ പറ്റും എന്ന് പറയാം. സ്റ്റേറ്റ് ക്ലിയർ ലേണിംഗ് ആൻഡ് ബിഹേവിയറൽ എക്സ്പെക്റ്റേഷൻസ് ആൻഡ് ഗിവ് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക്. അപ്പോൾ ക്ലിയർ ആയിട്ട് പറയാം, എൻ്റെ ക്ലാസ്സിൽ ഇങ്ങനെയൊക്കെയാണ് ഈ ചെയ്യേണ്ടത്, ഇന്ന കാര്യങ്ങളാണ് നമ്മൾക്ക് ചെയ്യാനുള്ളത് എന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറയാം. എല്ലാ കാര്യത്തിനും ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമുക്ക് ഫീഡ്ബാക്കും കൊടുക്കാം. സോ അങ്ങനെയാകുമ്പോൾ ആ കുട്ടികൾക്കൊക്കെ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ചെറുതായിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചേക്കാം. കണക്ട് ലേണിംഗ് ടു റിയൽ ലൈഫ് എക്സ്പീരിയൻസസ്. അപ്പോൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ആ കുട്ടികളുടെയും കൂടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ട് പറയുക. അങ്ങനെയാകുമ്പോൾ അവർക്ക് ശ്രദ്ധിക്കാൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അല്ലെ, അവർക്ക് അറിയുന്ന എന്തൊക്കെയാണ് ആ ടീച്ചർ പറയുന്നതെന്നുള്ള രീതിക്ക് ചിലപ്പോൾ അവർക്ക് കേൾക്കാൻ പറ്റും. ഒരു ബന്ധമില്ലാത്ത എവിടെയോ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോഴായിരിക്കും ചിലപ്പോൾ അവർക്ക് ശ്രദ്ധിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക. അടുത്ത വിഭാഗം കുട്ടികളാണ് ചിൽഡ്രൻ വിത്ത് ഫിസിക്കൽ ഡിഫിക്കൽട്ടി എന്ന കാറ്റഗറിയിൽ വരുന്നത്. According to WHO, an individual who is afflicted with a physical impairment that in any way limits or inhibits his participation in normal activities may be referred to as physically challenged. ഇപ്പോൾ ഫിസിക്കലി ഇംപയർഡ്, ഫിസിക്കലി ചാലഞ്ച്ഡ് എന്നൊക്കെ വിളിക്കുന്ന വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് അവർക്ക് നമുക്ക് സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ തടസ്സപ്പെടുന്ന വിധം ഫിസിക്കലി എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കുട്ടികളായിരിക്കും. ഇപ്പം കണ്ണ് കാണാത്ത കുട്ടികൾ, ചെവി കേൾക്കാത്ത കുട്ടികൾ, സംസാരിക്കാൻ പറ്റാത്ത കുട്ടികൾ, കൈക്കോ കാലിനോ എന്തെങ്കിലുമൊക്കെ സ്വാധീനക്കുറവുള്ള കുട്ടികൾ, അങ്ങനത്തെ കുട്ടികൾക്കൊക്കെ ആ കുട്ടികളെയൊക്കെ നമുക്ക് ഈ ഫിസിക്കൽ ഡിഫിക്കൽട്ടി ഉള്ള കുട്ടികൾ എന്ന ഈ വിഭാഗത്തിൽ പെടുത്താവുന്നതാണ്. അപ്പോൾ ഏതൊക്കെ കുട്ടികളാണ് ഈ ഫിസിക്കലി ചാലഞ്ച്ഡ് എന്ന ആ വിഭാഗത്തിൽ വരിക നമുക്ക് നോക്കാം. വിഷ്വലി ഇംപയർഡ് ആയിട്ടുള്ള കുട്ടികൾ, അതായത് കാഴ്ചയില്ലാത്ത കുട്ടികൾ. അക്കോസ്റ്റിക്കലി ഇംപയർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെവി കേൾക്കാത്ത കുട്ടികളെയാണ്. സ്പീച്ച് ഇംപയർഡ് എന്ന് പറയുമ്പോൾ സംസാരശേഷി ഇല്ലാത്ത കുട്ടികൾ. ഓർത്തോപീഡിക്കലി ഇംപയർഡ് എന്ന് പറയുന്നത് കാലിന് കൈക്കൊക്കെ സ്വാധീനക്കുറവുള്ള കുട്ടികൾ. വിഷ്വലി ഇംപയർഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഏതുതരം വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം. അല്ലെങ്കിൽ എങ്ങനെയൊക്കെ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, റെസിഡൻഷ്യൽ ബ്ലൈൻഡ് സ്കൂൾസ് ആണ്. അവർക്ക് താമസിച്ചിട്ട് പഠിക്കാനുള്ള ഒരു ബ്ലൈൻഡ് സ്കൂൾസ്, അതിലേക്ക് അവരെ കൊണ്ടുവരാം. അപ്പോൾ ഈ സെപ്പറേറ്റ് ബ്ലൈൻഡ് സ്കൂൾ ഉണ്ടാവുന്ന സമയത്ത് അവർക്ക് സ്പെഷ്യലി ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് അവൈലബിൾ ആയിരിക്കും. അതിന് വേണ്ട എക്യുപ്മെൻറ്റ്സ് അവർക്ക് അവൈലബിൾ ആയിരിക്കും. അവർക്ക് വേണ്ട സ്പെഷ്യൽ മെത്തേഡ്സും കാര്യങ്ങളും ആ സ്കൂളിൽ അവൈലബിൾ ആയിരിക്കും. സോ സാധാരണ സ്കൂളിൽ പഠിക്കുന്നതിനേക്കാളും അവർക്ക് ഇതുപോലുള്ള ബ്ലൈൻഡ് സ്കൂൾസിൽ പഠിച്ചതിന് ശേഷം വരികയാണെങ്കിൽ കുറേ കൂടെ നന്നായിട്ട് അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റും. സ്പെഷ്യൽ എക്യുപ്മെൻറ്റ്സ് അവർക്ക് അവൈലബിൾ ആക്കി കൊടുക്കാം. അതായത് അവർക്ക് വേണ്ടി സ്പെഷ്യലി ഡിസൈൻ ചെയ്ത ചാർട്ട്സ്, മോഡൽസ്, ഗ്ലോബ്, മാപ്സ്, സൗണ്ട് ജനറേറ്റിംഗ് എക്യുപ്മെൻറ്റ്സ്, ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ്, കമ്പ്യൂട്ടർ വിത്ത് വോയിസ് മാനിപ്പുലേറ്റേഴ്സ്, അങ്ങനെ ഒരുപാട് സാധ്യത ഇപ്പം നമുക്ക് അവൈലബിൾ ആണ് അല്ലേ. അപ്പോൾ അതൊക്കെ അവർക്ക് എത്തിച്ചു കൊടുക്കാവുന്നതാണ്. ഫിസിക്കൽ ആൻഡ് ആർട്ട് എഡ്യൂക്കേഷൻ.
സാധാരണ കോണ്ടൻസ് മാത്രമല്ല, അതുപോലെ തന്നെ ഇതുപോലുള്ള ഫിസിക്കൽ ആൻഡ് ആർട്ട് എഡ്യൂക്കേഷനും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാം. എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങളും അവർക്ക് അവരുടെ കരിക്കുലത്തിൽ ഇൻക്ലൂഡ് ചെയ്യാം. ലൈക്ക് ജിംനാസ്റ്റിക്സ്, സ്വിമ്മിങ്, റോയിങ്, റെസ്ലിംഗ്. അതോടൊപ്പം തന്നെ ഡിഫറെൻറ്റ് ഹാൻഡിക്രാഫ്റ്റ്സ്, പ്രൊവിഷൻ ഫോർ ടീച്ചിങ് മ്യൂസിക്, ഹാൻഡ്ലിംഗ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവരുടെ സിലബസിലേക്ക് അല്ലെങ്കിൽ കരിക്കുലത്തിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. വൊക്കേഷണൽ ട്രെയിനിങ്. അപ്പോൾ ഈ കുട്ടികൾക്ക് വൊക്കേഷണൽ ട്രെയിനിങ് കൊടുക്കേണ്ടത് അനിവാര്യമാണ്. കാരണം അവർക്ക് ഭാവിയിൽ വരുമാനം കിട്ടാനും ഇത് സഹായിക്കും അല്ലേ. ഇതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ട്രെയിനിങ്സ് ഒക്കെ കൊടുക്കുന്നത്. സോ ആ കുട്ടികൾക്ക് വൊക്കേഷണൽ ട്രെയിനിങ് കൊടുക്കേണ്ടതാണ്. ബുക്ക് ബൈൻഡിങ്, കാൻഡിൽ മേക്കിംഗ്, സോപ്പ് മേക്കിംഗ്, ഹൗസ് ഹോൾഡ് യൂട്ടൻസിൽസ് മേക്കിംഗ് എന്ന് തുടങ്ങി ഒരുപാടധികം മേഖലയിൽ ഇവർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടതാണ്. സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യണമെന്ന് പറയുന്നുണ്ട് ഇവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന സമയത്ത്. ആ പ്രിൻസിപ്പിൾസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് കോൺക്രീറ്റ്നെസ്, യൂണിഫൈഡ് ഇൻസ്ട്രക്ഷൻ, അഡീഷണൽ സ്റ്റിമുലേഷൻ, സെൽഫ് ആക്ടിവിറ്റി. കോൺക്രീറ്റ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർക്ക് കാണാനൊന്നും കഴിയാത്തതുകൊണ്ട് തന്നെ കോൺക്രീറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ തൊട്ടറിഞ്ഞ് പഠിക്കാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ അതുപോലുള്ള സിറ്റുവേഷൻസ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ്. യൂണിഫൈഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഷുഡ് ബി തോട്ട് ബൈ എ യൂണിറ്റ് പ്ലാൻ ഓഫ് ഇൻസ്ട്രക്ഷൻ ആൻഡ് നോട്ട് ബൈ അൺറിലേറ്റഡ് ഇൻട്രസ്റ്റ് ഇൻ ഫോമൽ സബ്ജക്ട്സ് ആസ് ദേ കനോട്ട് എക്സ്പീരിയൻസ് തിങ്സ് ആൻഡ് സിറ്റുവേഷൻസ് ഇൻ ദിയർ ടോട്ടാലിറ്റി. അവർക്ക് മൊത്തമായിട്ടൊരു കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു യൂണിറ്റ് പ്ലാനൊക്കെ ആക്കിയിട്ട് വൃത്തിയുള്ള രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം അവരെ പഠിപ്പിക്കാൻ നോക്കണം എന്നുള്ളതാണ്. അഡീഷണൽ സ്റ്റിമുലേഷൻ, സ്റ്റഡി ടൂർ, എക്സ്കർഷൻസ്, ഫീൽഡ് ട്രിപ്സ്, മ്യൂസിയം വിസിറ്റ്സ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇവരെ കൊണ്ടുപോവേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഓഡിയോ എയ്ഡ്സ് ലൈക്ക് റേഡിയോ, ടേപ്പ് റെക്കോർഡർ, കമ്പ്യൂട്ടേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് വേണം ഇവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സെൽഫ് ആക്ടിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് ആക്ച്വലി ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കാൻ കാരണം സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഉള്ളിൽ തന്നെ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും, എനിക്ക് കാഴ്ചയില്ലെങ്കിലും എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ ഒരു ഒപ്റ്റിമം മെച്യൂറേഷൻ അത് നമുക്ക് ഉറപ്പ് വരുത്താൻ കഴിയും അല്ലേ. സ്വന്തം കാര്യം ചെയ്യുന്ന സമയത്ത് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവുന്ന സമയത്താണ് നമുക്ക് മെച്യൂരിറ്റി ഒക്കെ ഉണ്ടാവുന്നത് നമ്മൾ പറയുക അല്ലേ. അപ്പം അങ്ങനെ ഉണ്ടാവും. അതുപോലെ തന്നെ അവരുടെ പൊട്ടൻഷ്യലും ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് ഇതിലൂടെ സാധിക്കും എന്നുള്ളതാണ്. ഇനി അക്കോസ്റ്റിക്കലി ഇമ്പയർഡ് ആയിട്ടുള്ള കുട്ടികൾ, അതായത് കേൾവിക്കുറവുള്ള കുട്ടികൾക്ക് ഏത് തരം വിദ്യാഭ്യാസം നമുക്ക് കൊടുക്കണം എന്ന് നോക്കാം. യൂസ് ഓഫ് ഹിയറിംഗ് എയ്ഡ് അല്ലേ. ഓഡിറ്ററി ട്രെയിനിങ് യൂസിങ് ഹിയറിംഗ് എയ്ഡ് എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ അത് ഉപയോഗിച്ചുകൊണ്ട് അവരെ പഠിപ്പിക്കാൻ നമുക്ക് ശ്രമിക്കാം. സ്പീച്ച് റീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാണ്ട് തന്നെ ആളുടെ ലിപ്പ് മൂവ്മെൻറ്റ് നോക്കിയിട്ടും ടങ് മൂവ്മെൻറ്റ് നോക്കിയിട്ടും ആൾക്കാർ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കിയെടുക്കുന്ന വിദ്യയാണ് എന്ത് സ്പീച്ച് റീഡിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിലും ആൾക്കാരെ നമുക്ക് കുട്ടികളെ ട്രെയിൻ ചെയ്തെടുപ്പിക്കാം. അതുപോലെ തന്നെ സൈൻ ലാംഗ്വേജ് യൂസ് ചെയ്യാൻ നമുക്ക് അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കാം. വൊക്കേഷണൽ ട്രെയിനിങ് എല്ലാ കുട്ടികൾക്കും കൊടുക്കണം. കാഴ്ച അങ്ങനെ പരിമിതിയുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ കേൾവിക്കുറവുള്ള കുട്ടികൾക്ക് എന്നൊന്നുമില്ല. എല്ലാ കുട്ടികൾക്കും വൊക്കേഷണൽ ട്രെയിനിങ് കൊടുക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ കുട്ടികൾക്കും ആ ട്രെയിനിങ് കൊടുക്കേണ്ടതാണ്. പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ. അപ്പം പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ സെപ്പറേറ്റ് ആയിട്ട് ഇവർക്ക് എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് പിന്നീട് സാധാരണ കുട്ടികളുടെ കൂടെ അതായത് നോർമലായിട്ട് ഉള്ള ക്ലാസ്സസിലേക്ക് ഇവരെ കൂടെ ചേർക്കുന്ന സമയത്ത് അവർക്ക് ഇത് കോപ്പപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ അവർക്ക് പറ്റും. പെട്ടെന്ന് ആദ്യമായിട്ട് തന്നെ ഇങ്ങനെ വരുന്നു, ഒന്നും മനസ്സിലാവുന്നില്ല, ഇങ്ങനത്തെ ട്രെയിനിങ് ഒന്നും കിട്ടാണ്ട് വരുന്ന കുട്ടികൾ ചിലപ്പോൾ കുറച്ചും കൂടെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. സോ പ്രീ സ്കൂൾ ട്രെയിനിങ്ങിന് പോകുന്നതിന് മുമ്പേ, സ്കൂളിൽ പോകുന്നതിന് മുമ്പേ ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ അത് സ്കൂളിലുള്ള അവരുടെ എക്സ്പീരിയൻസ് കുറച്ചുകൂടെ നന്നാക്കാൻ പറ്റും. ക്ലാസ് റൂം അറേഞ്ച്മെൻറ്റ്. അപ്പോൾ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സിൽ നമുക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം. ഈ കുട്ടികളെ മുന്നോട്ട് കയറ്റിയിരുത്താം. കാരണം കേൾക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളാണല്ലോ, അപ്പോൾ മുമ്പോട്ട് കയറ്റിയിരുത്താം. അതേപോലെ തന്നെ ടീച്ചേഴ്സിന് എന്താണ് പിച്ച്, ഈ കുട്ടികൾക്ക് കേൾക്കാൻ തക്ക വിധത്തിൽ നമുക്ക് സൗണ്ട് ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് ക്ലാസ് എടുക്കാം. അപ്പോൾ സംസാരിക്കുന്നതിൻ്റെ കൂടെ തന്നെ വിഷ്വലി ഈ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അതും പഠനത്തിന് ഈ കുട്ടികൾക്ക് സഹായകരമാണ്.
ഇനി സ്പീച്ച് ഇമ്പയർഡ് ആയിട്ടുള്ള കുട്ടികളുടെ എഡ്യൂക്കേഷൻ നമുക്ക് നോക്കാം. ഐഡന്റിഫൈ ചിൽഡ്രൻ വിത്ത് സ്പീച്ച് ഡിഫക്ട്സ് ആൻഡ് ഡയറക്റ്റ് ദം ടു സ്പീച്ച് തെറാപ്പിസ്റ്റ്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത്. അപ്പം ഈ വിക്കുള്ള കുട്ടികൾ, ഇങ്ങനെ എന്താണ് സ്റ്റാമറിങ് എന്നൊക്കെ സ്റ്റട്ടറിങ് എന്നൊക്കെ പറയില്ലേ, വിക്ക് തന്നെയാണ് കാര്യമായിട്ടും ഇങ്ങനെ പറയാൻ പറ്റായിക വരുന്ന അങ്ങനത്തെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ കുട്ടികളെ കണ്ടുപിടിക്കുക. പാരൻസിൻ്റെയും അതേപോലെ തന്നെ സ്കൂൾ അതോറിറ്റീസിൻ്റെയും സഹായത്തോടു കൂടി തന്നെ ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. സ്പീച്ച് ട്രെയിനിങ്, അപ്പം കുട്ടികൾക്ക് സ്പീച്ച് ട്രെയിനിങ് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്, ലൈക്ക് റൈംസ്, ജിംഗിൾസ്, സ്പീച്ച് ഗെയിംസ്, ഇതുപോലത്തെ സ്പീച്ച് ട്രെയിനിങ് ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ കറക്റ്റ് വേർഡ്സ് യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ കറക്റ്റ് സൗണ്ട് യൂസ് ചെയ്യാനുള്ളൊരു പ്രാക്ടീസ് ഈ കുട്ടികൾക്ക് കിട്ടുമെന്നുള്ളതാണ്. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് നമുക്ക് കൊടുക്കാം അല്ലേ. ഈ കുട്ടികൾക്ക് താല്പര്യമുള്ള മ്യൂസിയംസ്, ഫാക്ടറീസ്, സൂ, വർക്ക്ഷോപ്പ്. അപ്പം പുതിയ സാധ്യതകളൊക്കെ കാണുമ്പോൾ പുതിയ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് അത് അവർക്ക് പ്രത്യേക ഒരു അനുഭവമായിരിക്കും. അതിലൂടെ ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണല്ലോ ചെയ്യുന്നത്. അപ്പം അതിലൂടെ അവർക്ക് കുറച്ചുകൂടെ ഒന്ന് ഈ ക്ലാസ് റൂമിൽ നിന്ന് കിട്ടുന്ന ടെൻഷനും കാര്യങ്ങളും അതൊക്കെ ഒന്ന് കുറയ്ക്കാനൊക്കെ നമുക്ക് സഹായിക്കുന്നുള്ളതാണ്. കെയർ ഫോർ ദ ഇംപയർഡ് ചിൽഡ്രൻ. അപ്പം ടീച്ചറുടെ ഭാഗത്തു നിന്നാണ് ഏറ്റവും വലിയ ഒരു ബിഹേവിയർ മാറ്റം വേണ്ടത്. ടീച്ചർ സിമ്പത്തൈസ് ചെയ്യണം, ലവും കെയറും ഒക്കെ കാണിക്കണം. ഈ ഒന്നും കേൾക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത വിളിക്കുക അങ്ങനെയൊന്നും അല്ല. ആ കുട്ടികളുടെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെയൊക്കെ ആ ക്ലാസ് റൂം ആ കുട്ടിക്കും കൂടെ എൻജോയ് ചെയ്യാൻ തരത്തിൽ നമുക്ക് ആക്കാൻ പറ്റുമോ ആ രീതിയിൽ ആക്കാൻ നമുക്ക് പറ്റണം. ആ കുട്ടീനെ മാറ്റി നിർത്താണ്ട് മറ്റുള്ള കുട്ടികളുടെയും കൂടെ ചേർന്ന് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ടീച്ചർ കൊണ്ടുപോകണം. അതേപോലെ തന്നെ ആ കുട്ടീൻ്റെ ഉള്ളിലൊരു പേടി, ടെൻഷൻ, ഇഷ്ടക്കേട് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാണ്ടാക്കാനും ടീച്ചർ ശ്രമിക്കേണ്ടതാണ്. ഇനി ഓർത്തോപീഡിക് ഇമ്പയർമെൻ്റ് ഉള്ള കുട്ടികൾക്ക് എങ്ങനത്തെ എഡ്യൂക്കേഷൻ കൊടുക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവർക്കും വൊക്കേഷണൽ ട്രെയിനിങ് കൊടുക്കണമെന്ന് പറയുന്നു. അഡ്ജസ്റ്റ് ദ സ്കൂൾ എക്യുപ്മെൻറ്റ്. അപ്പം കാലിന് വയ്യാത്ത കുട്ടികൾ, കൈക്ക് വയ്യാത്ത കുട്ടി അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. വീൽ ചെയർസ് വേണമെങ്കിൽ അത് അവൈലബിൾ ആക്കുക. അതേപോലെ തന്നെ ഈ കുട്ടികൾക്ക് സ്പെഷ്യലി ഡിസൈൻ ചെയ്യപ്പെട്ട, അതായത് ഈ കുട്ടിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടേബിളും ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ആക്സസ് ടു സ്കൂൾ ഫെസിലിറ്റീസ്. അപ്പോൾ ഈ കുട്ടിക്ക് കയ്യോ കാലോ ബുദ്ധിമുട്ടുണ്ട് എന്ന് വെച്ച്, നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് വെച്ചിട്ട് ആ കുട്ടിക്ക് സ്കൂളിലുള്ള ഫെസിലിറ്റീസ് ഉപയോഗിക്കാൻ പറ്റാണ്ട് വരരുത്. ടോയ്ലറ്റിൽ പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോയ്ലറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഈ കുട്ടിക്കും കൂടി യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. ടോയ്ലറ്റ്സ് മാത്രമല്ല, ക്ലാസ് റൂമും ലൈബ്രറിയും ലബോറട്ടറിയും ഓഡിറ്റോറിയവും ഇതൊക്കെ കുട്ടിക്കും കൂടി ആക്സസിബിൾ ആയിട്ടുള്ള, കുട്ടിക്കും കൂടെ അത് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അത് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവേണ്ടത്. ഹെൽത്ത് പ്രോഗ്രാം. അപ്പോൾ സ്കൂളിൽ റെഗുലറായിട്ട് തന്നെ ഹെൽത്ത് ചെക്കപ്സും ഹെൽത്ത് പ്രോഗ്രാംസും അതേപോലെ തന്നെ ഫിസിയോതെറാപ്പി പ്രോഗ്രാംസും നമുക്ക് ഈ സ്കൂൾ അതോറിറ്റീസിൻ്റെ സഹായത്തോടു കൂടെ നടത്തേണ്ടതാണ്. അത് ആക്ച്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ കുട്ടികൾക്ക് കുറച്ചും കൂടെ സഹായകരമാവും. റിക്രിയേഷണൽ നീഡ്സ്. ഈ കുട്ടിക്ക് വേണ്ട റിക്രിയേഷണൽ ആയിട്ടുള്ള മറ്റ് കോകരിക്കുലർ ആയിട്ടുള്ള വർക്ക്സും കാര്യങ്ങളും അങ്ങനത്തെ ആക്ടിവിറ്റീസിലും ഈ കുട്ടീനെ ഇൻക്ലൂഡ് ചെയ്യുക. ഈ കുട്ടിക്ക് ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്രോഗ്രാംസും കാര്യങ്ങളും സ്കൂളിൽ തന്നെ നടത്തുക. ടീച്ചേഴ്സ് റൂൾ. അപ്പോൾ ഒരു ടീച്ചർ എന്താണ് ചെയ്യേണ്ടത്? ക്ലാസ് റൂമിൽ ആ കുട്ടീനെയും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. ആ കുട്ടീനെയും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള, ഇപ്പം കൈക്കൊക്കെ ബുദ്ധിമുട്ടുള്ള കുട്ടിയാണെങ്കിൽ, എഴുതാനൊക്കെ ബുദ്ധിമുട്ടുള്ള കുട്ടിയാണ് എങ്കിൽ അപ്പോൾ ഈ അസസ്മെൻ്റ് ഒക്കെ നടത്തുന്ന സമയത്ത് വേണ്ട പരിഗണനകളൊക്കെ ആ കുട്ടിക്ക് കൊടുക്കേണ്ടതാണ്. അപ്പം അങ്ങനെ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്നും നല്ലോണം ശ്രദ്ധയും ഒക്കെ വേണ്ടതാണ് ഈ കുട്ടികളെയൊക്കെ ആ കുട്ടികളുടെ മാക്സിമം പൊട്ടൻഷ്യൽ എത്തിപ്പിക്കുക എന്നുള്ളതിന്. അപ്പോൾ അതിന് ഏറ്റവും വലിയ റോള് ടീച്ചേഴ്സിന് തന്നെയാണ്. ഇനി നമ്മുടെ ക്ലാസ്സുകളിൽ കണ്ടുവരുന്ന അല്ലെങ്കിൽ കാണാൻ പറ്റുന്ന തരത്തിലുള്ള മറ്റൊരു വിഭാഗം കുട്ടികളാണ് ഡെലിങ്ക്വൻറ്റ് ചൈൽഡ് എന്നറിയപ്പെടുന്ന കുട്ടികൾ. അവ എന്തൊക്കെയാണ് അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ്, എന്തൊക്കെയാണ് നമുക്ക് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റുക എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം.
A delinquent child or juvenile delinquent is one who deviates seriously from the norms of his culture or society and commits such acts that, if committed by an adult, would be punished as crimes. അപ്പം ഡെലിങ്ക്വൻറ്റ് ചൈൽഡ് അഥവാ ജുവനൈൽ ഡെലിങ്ക്വൻ്റ് എന്ന് വിളിക്കുന്ന കുട്ടികൾ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ സൊസൈറ്റി ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ സാധാരണയായിട്ട് നമ്മൾ എല്ലാവരും ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളിൽ നിന്ന് ഭയങ്കര ഡീവിയേഷൻ കാണിക്കുന്ന കുട്ടികൾ. ഓക്കെ, അതിപ്പം ആ കുട്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഒരു അഡൾട്ടായിട്ടുള്ള ഒരാളാണ് ചെയ്യുന്നത് എങ്കിൽ അതൊരു ക്രൈമായിട്ട് വരെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരു കുട്ടി ചെയ്യുവാണ് എങ്കിൽ ആ കുട്ടീനെയാണ് നമ്മൾ ഡെലിങ്ക്വൻറ്റ് ചൈൽഡ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ഭയങ്കര വികൃതിയാണ്, ഭയങ്കര പ്രശ്നമുള്ള കുട്ടിയാണ്, ഫുള്ള് ക്ലാസ്സിൽ മൊത്തം കുഴപ്പമാണ് എന്നൊക്കെ പറയുന്ന കുട്ടികളെയൊക്കെ നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ കൊണ്ടുവരാൻ പറ്റും. ഇനി ഒരു ഡെലിങ്ക്വൻറ്റ് ചൈൽഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്, ദേ ആർ മെസോമോർഫിക് ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ, മസ്കുലർ ആൻഡ് ബോൾഡ്. അപ്പോൾ നല്ല ഫിറ്റ് ആയിട്ടുള്ള, മസ്കുലർ ആയിട്ടുള്ള, ബോൾഡ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അവർക്കുണ്ടാവുക. ടെമ്പറമെൻറ്റ്, റെസ്റ്റ്ലെസ്ലി എനർജറ്റിക്, ഇമ്പൾസീവ്, എക്സ്ട്രോവേർട്ടഡ്, അഗ്രസീവ് ആൻഡ് ഡിസ്ട്രക്റ്റീവ്. അപ്പോൾ ഭയങ്കര എനർജറ്റിക് ആയിരിക്കും, നിർത്തൊന്നും ഉറക്കാത്ത പോലത്തെ ഒരു കുട്ടിയായിരിക്കും, ഭയങ്കര ഇമ്പൾസീവ് ആയിരിക്കും, എക്സ്ട്രോവേർട്ടഡ് ആയിരിക്കും, അഗ്രസീവും അല്ലെങ്കിൽ ഒരു ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ ആയിരിക്കും ആ കുട്ടിക്ക് ഉണ്ടാവുക. ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഹോസ്റ്റൈലാണ്, ഡിഫിയൻ്റ് ആണ്, റിസെൻറ്റ്ഫുൾ, സസ്പീഷ്യസ്, അൺകൺവെൻഷണൽ ആൻഡ് നോൺ സബ്മിസീവ് ടു അതോറിറ്റി. ആര് പറഞ്ഞാലും കേൾക്കാതെ ഭയങ്കര വാശിയുള്ള, എല്ലാത്തിനോടും ദേഷ്യമുള്ള, ഭയങ്കര റൂഡായിട്ടുള്ള അങ്ങനത്തെ ഒരു പെരുമാറ്റമായിരിക്കും ആ കുട്ടികളിൽ ഉണ്ടാവുക. സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ടെൻഡിങ് ടു ഡയറക്റ്റ് ആൻഡ് കോൺക്രീറ്റ് റാദർ ദാൻ സിംബോളിക് ഇൻ ഇൻ്റലക്ച്വൽ എക്സ്പ്രഷൻ ആൻഡ് ലെസ് മെത്തഡോളജിക്കൽ ഇൻ ദിയർ അപ്രോച്ച് ടു ദ പ്രോബ്ലം. അപ്പം സാധാരണ രീതിയിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന രീതിയിലായിരിക്കില്ല ഒരു പ്രശ്നത്തെ നേരിടുന്നത്. അവർക്ക് തോന്നിയ സംഭവങ്ങളുടെ രീതിയിലായിരിക്കും അത് എക്സ്പ്രസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ സിംബോളിക് അല്ലാണ്ട് കോൺക്രീറ്റ് ആയിട്ട് ഡയറക്റ്റ് അവർ പറയും, ഡയറക്റ്റ് അവരത് ചെയ്യും. അങ്ങനത്തെ ഒരു ടെൻഡൻസി ആയിരിക്കും കുട്ടികൾക്ക് ഉണ്ടാവുക. ചിന്തിക്കുന്ന രീതിയിലും ഡയറക്റ്റ് ആയിരിക്കും ചിന്തിക്കുക, ഇങ്ങനെ സിംബലൈസ്ഡ് ആയിട്ടൊന്നും ആയിരിക്കില്ല കുട്ടി ചിന്തിക്കുന്നത്. അങ്ങനെയൊക്കെയാണ് പറയുന്നത്. സോഷ്യോ കൾച്ചറൽ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ലാക്ക് ഓഫ് എഫെക്ഷൻ, സ്റ്റെബിലിറ്റി, മോറൽ സ്റ്റാൻഡേർഡ് ഓഫ് പാരൻസ് യൂഷ്വലി അൺഫിറ്റ് ടു ഗൈഡ് ദം ഇഫക്റ്റീവ്ലി. അപ്പം ഒരു സ്നേഹമോ ഒരു സഹതാപമോ ഇമോഷൻസിനൊരു സ്റ്റെബിലിറ്റിയോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. പാരൻസിന് ഈ കുട്ടികളെ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം പാരൻസ് പറയുന്നൊന്നും കേൾക്കില്ല, എല്ലാത്തിനും തർക്കുത്തരമായിരിക്കും. അങ്ങനത്തെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഡെലിങ്ക്വൻറ്റ് ചൈൽഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി ഒരു കുട്ടിയിലെ ഡെലിങ്ക്വൻസി ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഹെറിഡിറ്ററി ഫാക്ടർ ആണ്. ഇറ്റ് ഈസ് ജനറ്റിക്കലി കൺട്രോൾഡ് ടു സം എക്സ്റ്റെൻറ്റ്. അപ്പോൾ ചെറിയ രീതിയിൽ ജനറ്റിക്കലിയും നമുക്ക് ഡെലിങ്ക്വൻസി കുട്ടികളിൽ കണ്ടുവരാവുന്നതാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിഫോമിറ്റി വിച്ച് ഗിവ് റൈസ് ടു ഫീലിംഗ് ഓഫ് ഇൻഫീരിയോറിറ്റി, dispose one to more aggression as a compensatory reaction for his inadequacies. അപ്പം ആ കുട്ടിയുടെ ഫിസിക്കലായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് ഹെൽത്തിൽ ഉണ്ടാവുന്ന ക്യാരക്ടറിസ്റ്റിക്സ്, ബോഡി ഓർഗൻസ് അങ്ങനെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, അതും ഡെലിങ്ക്വൻസിക്ക് കാരണമാവാം. കാരണം ഒരു ഡിഫെൻസ് മെക്കാനിസം പോലെ നമുക്ക് അഗ്രഷനിലേക്ക് കുട്ടി പോയേക്കാം. എനിക്കിപ്പോൾ ഒരു കൈക്ക് സ്വാധീനക്കുറവുണ്ട് എന്നുള്ള രീതിയിൽ അതിൻ്റെ ഒരു കുറവാണ്, അത് മറിച്ച് എല്ലാത്തിനോടും ഒരു ദേഷ്യം പോലെ ആ കുട്ടിക്ക് തോന്നാം. അപ്പോൾ അതും ഡെലിങ്ക്വൻസിനൊരു കാരണമാണ് എന്നാണ് പറയുന്നത്. ഒരു ഫീലിംഗ് ഓഫ് ഇൻഫീരിയോറിറ്റി ഒക്കെ ആ കുട്ടിക്ക് തോന്നിയേക്കാം. അപ്പം അതിലൂടെ ഡെലിങ്ക്വൻ്റ് ആവാം എന്നാണ് പറയുന്നത്. ഫാമിലി ഫാക്ടേഴ്സ്, broken home, improper parental control, criminal behavior of parents or other members, domestic conflicts, economic difficulty and poverty, dull, monotonous and uninteresting home environment, denial of reasonable freedom and independence, maltreatment and injustice, etc. ഇപ്പോൾ വീട്ടിലുണ്ടാവുന്ന കുറേ കാരണങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിലൂടെയും കുട്ടിക്കൊരു ഡെലിങ്ക്വൻസി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. സ്കൂൾ ഫാക്ടേഴ്സ് നമുക്ക് നോക്കാം. ഡിഫക്റ്റീവ് കരിക്കുലം, ഇംപ്രോപ്പർ ടീച്ചിങ് മെത്തേഡ്സ്, ലാക്ക് ഓഫ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, ലാക്ക് ഓഫ് പ്രോപ്പർ ഡിസിപ്ലിൻ ആൻഡ് കൺട്രോൾ, സ്ലാക്നെസ് ഇൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഓർഗനൈസേഷൻ, ആൻറ്റി സോഷ്യൽ ആൻഡ് അൺഡിസൈറബിൾ ബിഹേവിയർ ഓഫ് ടീച്ചേഴ്സ്, ഫെയിലിയർ ആൻഡ് ബാക്ക്വേർഡ്നെസ്, എക്സെട്ര.
ഈ കാര്യങ്ങളും കുട്ടിക്ക് താല്പര്യം ഇല്ലാണ്ട് വരുമ്പോഴും കുട്ടി ഒരു അസ്വസ്ഥത കാണിക്കും, കുട്ടികൾക്ക് താല്പര്യമുള്ള കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യാണ്ട് വരുമ്പോഴും അങ്ങനത്തെ ഒരു സംഭവം കാണിക്കും. ഭയങ്കര അതോറിറ്റേറിയൻ ആയിട്ടുള്ള ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ചിലപ്പോൾ കുട്ടികൾ അങ്ങനെ ഇതാക്കും, അല്ലെങ്കിൽ തോന്നിയ പോലെ നടന്നോട്ടെ എന്നുള്ള രീതിയിലുള്ള ക്ലാസ് സ്ട്രക്ചേഴ്സ് സ്കൂൾ സിസ്റ്റംസ് ആണെങ്കിലും ഡെലിങ്ക്വൻസിക്കൊക്കെ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി ഒരു ഡെലിങ്ക്വൻ്റ് ആയിട്ടുള്ള കുട്ടിയുടെ കാര്യത്തിൽ ടീച്ചേഴ്സിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. എഡ്യൂക്കേറ്റ് പാരൻസ് ഓൺ അണ്ടർസ്റ്റാൻഡിങ് ചിൽഡ്രൻസ് നീഡ്സ്. അപ്പം നമുക്കറിയാം ഫാമിലി ഫാക്ടർ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോഴ്സാണ് അല്ലേ ഡെലിങ്ക്വൻസി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സോ വീട്ടുകാരെ നമുക്ക് ബോധവൽക്കരിക്കാം, എന്തൊക്കെയാണ് കുട്ടികളുടെ ആവശ്യം, അതെങ്ങനെയൊക്കെയാണ് അവർ മാനേജ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ പാരൻസിനെ നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാം. പ്രൊട്ടക്ട് ചിൽഡ്രൻ ഫ്രം നെഗറ്റീവ് ഇൻഫ്ലുവൻസസ്. ഒരുപാട് നെഗറ്റീവ് ഇൻഫ്ലുവൻസസ് കുട്ടീൻ്റെ ചുറ്റുമുണ്ടാവും അല്ലേ, അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിനോടുള്ള ഒരു അതിനെ പറ്റിയിട്ടൊരു അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. ഓക്കെ. Place children in suitable environments like foster homes or special schools, removing from defective family or neighborhood. അപ്പോൾ ഭയങ്കര മോശമായിട്ടുള്ള ഫാമിലി സിറ്റുവേഷനാണ്, ഈ അച്ഛനമ്മയും എപ്പോഴും പ്രശ്നങ്ങളാണ്, അവർ തമ്മിൽ അവർ കുട്ടീനെ ഉപദ്രവിക്കുന്ന രീതിയിലാണ്, അങ്ങനത്തെ ഒരു നെയ്ബർഹുഡാണ് ആ കുട്ടി ഉണ്ടത് എങ്കിൽ കുട്ടീനെ മറ്റ് സ്കൂൾ ഹോസ്റ്റൽസ് പോലെയുള്ളത്, ഫോസ്റ്റർ ഹോംസ് പോലെയുള്ളത്, സ്പെഷ്യൽ സ്കൂൾസ് എന്നിവയിലേക്ക് മാറ്റാൻ വേണ്ട കാര്യങ്ങളും ടീച്ചേഴ്സിന് ചെയ്യാവുന്നതാണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് government and school officials and all. Improve school environments to prevent emotional and social issues in children. അപ്പോൾ കുട്ടിക്ക് നല്ല പഠിക്കാനും വരാനും ഒക്കെ ഉള്ളൊരു നല്ലൊരു സ്പേസ് ആയിട്ട് സ്കൂളിനെ മാറ്റുക, സ്കൂൾ അറ്റ്മോസ്ഫിയറിനെ മാറ്റാൻ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. സ്റ്റാർട്ട് ഗൈഡഡ് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ലൈക്ക് ഗ്രൂപ്പ് പ്ലേ, ഗെയിംസ്, സ്കൗട്ടിംഗ് ആൻഡ് ഗ്രൂപ്പ് തെറാപ്പി ടു സ്ട്രെങ്തൻ ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ. ഇപ്പോൾ ഒരു കുട്ടി ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് പകരം ഗ്രൂപ്പായിട്ട് നിന്ന് ചെയ്യുക. ഗ്രൂപ്പായിട്ട് നമ്മൾ എല്ലാ ആക്ടിവിറ്റീസും ചെയ്യുന്ന, എല്ലാ ആക്ടിവിറ്റീസ് അല്ല എന്നാലും കുറേ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒറ്റയ്ക്ക് നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്നതിനേക്കാളും ബെനിഫിറ്റ്സ് ആണ് എന്നാണ് പറയുന്നത്. കാരണം ഒരുപാട് പേര് ഒന്നിച്ച് വരുന്നുണ്ട്, അവിടെ കളക്റ്റീവായിട്ടുള്ളൊരു എഡ്യൂക്കേഷൻ ആണ് അവിടെ നടക്കുന്നത്. സോ ഗ്രൂപ്പായിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക. അപ്പോൾ അതും അവരുടെ ഈ ഈഗോ, സൂപ്പർ ഈഗോനെയൊക്കെ ഒന്ന് മയപ്പെടുത്തി എടുക്കാനും അല്ലെങ്കിൽ അതിനൊന്ന് പോളിഷ് ചെയ്തെടുക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് പറയുന്നത്. സബ്ലിമേറ്റ് ചിൽഡ്രൻസ് ഇമ്പൾസസ് ആൻഡ് ഇമോഷൻസ് ത്രൂ എൻഗേജിങ് ആക്ടിവിറ്റീസ് റാദർ ദാൻ അഡ്വൈസ്. അപ്പോൾ അഡ്വൈസ് കൊടുക്കാണ്ട് കുട്ടികൾക്ക് താല്പര്യമുള്ള തരത്തിലുള്ള നല്ല നല്ല ആക്ടിവിറ്റീസും കാര്യങ്ങളും ചെയ്യുന്നതിലൂടെ അവരെ മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ്. Offer moral teachings in school to enhance the super ego and cultivate noble sentiments. അപ്പോൾ മോറൽ എഡ്യൂക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് മോറൽ ക്ലാസ്സസ് ഒക്കെ കുട്ടികൾക്ക് കൊടുക്കുക. അതിലൂടെ കുട്ടികളോട് നല്ല വാല്യൂസും എന്തൊക്കെയാണ്, എങ്ങനത്തെ രീതിയിലാണ് പെരുമാറ്റം ഉണ്ടാവേണ്ടത് എന്നുള്ള രീതിയിലുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. അവരെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുക, നല്ല കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കാനൊക്കെ നമുക്ക് ഇതുപോലുള്ള ക്ലാസ്സസിലൂടെയൊക്കെ സാധിക്കുന്നുള്ളതാണ്. സോ അങ്ങനെയാണ് നമുക്ക് ഒരു ഡെലിങ്ക്വൻ്റ് ആയിട്ടുള്ള ഒരു ചൈൽഡിനെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുക. അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കുട്ടിയുടെ ബിഹേവിയർ ഇങ്ങനെ ആയത് എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് അതിന് വേണ്ട പ്രതിവിധികളൊക്കെ നമുക്ക് ക്ലാസ് റൂമിൽ എല്ലാവരുടെയും സ്കൂൾ അതോറിറ്റീസിൻ്റെയും പാരൻസിൻ്റെയും ഒക്കെ സഹകരണത്തോടുകൂടി കുട്ടിക്ക് ബെനിഫിഷ്യൽ ആവുന്ന രീതിയിലേക്ക് അത് മാറ്റിയെടുക്കാൻ സാധിക്കും.